ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കാരണം എല്ലാവരും എന്നോട് തിരക്കി. എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരൊന്നുമില്ല, എന്നെ അറിയുന്നവരൊക്കെ തന്നെ തിരക്കിയിട്ടുള്ളൂ. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇപ്പം കണ്ടിന്യൂസ് ഡ്യൂട്ടി ആയിരുന്നു എനിക്ക്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് ഓഫായിരുന്നു. അപ്പം ഉറക്കം എഴുന്നേറ്റ് ചത്ത പോലെ അങ്ങ് ഉറങ്ങിപ്പോയി ഗൈസ്. ഉറങ്ങി ഒരു ചായയൊക്കെ എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പണികളൊക്കെ ബാക്കിയാണ്. അതിന് നേരം വെളുക്കാൻ സമയം, അടുത്ത ഡ്യൂട്ടിക്കുള്ള സമയമായി. അപ്പം വീഡിയോസ് ഇടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ചോദിച്ചവരോടൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. എന്നെ നോട്ടീസ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള അറിഞ്ഞതിൽ, അല്ലെ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ടല്ലോ, അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പം വീഡിയോസ് ഇടാതിരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടെ പറഞ്ഞു പോവാം. ഞാൻ എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത്. ഇതൊരു സഡൻ ഡിസിഷനായിരുന്നു കേട്ടോ. സഡൻ ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നേ എൻ്റെ മൈൻഡിലുണ്ട് എനിക്കൊരു ചാനൽ തുടങ്ങണം, എൻ്റെ മോൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിടണം, അതൊരു കീപ് സേഫായിട്ട് കിടക്കട്ടെ എൻ്റെ ചാനൽ എന്നൊക്കെയുള്ളായിരുന്നു മെൻറ്റാലിറ്റി. അത് ഞങ്ങൾ എന്ന് ഫാമിലിയായിട്ട് ഒരുമിച്ചിട്ടുള്ളൊരു ലൈഫ് എന്ന് തുടങ്ങുന്നു, വന്നിടണം എന്നായിരുന്നു എൻ്റെ ഒരു മനസ്സിലെ കണക്കുകൂട്ടൽ. പിന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ നാട്ടിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലിയിൽ ഇത്ര സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും തിരിച്ച് നമ്മൾ ആ വീട്ടിലോട്ട് വന്ന് നമ്മുടെ മക്കളെ കാണുമ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെയോ അമ്മയോ അച്ഛനെയോ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ആ ചെയ്ത സ്ട്രെസ്സൊക്കെ അങ്ങ് പോകും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല. നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വിളിക്കുന്നത് പല പ്രശ്നങ്ങളിലൂടെയാണ്. നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ പല പ്രശ്നങ്ങളോട് തരണം ചെയ്ത് പോകുന്ന ആൾക്കാരുകളാണ്. അപ്പം നമ്മൾ അതുപോലെ ഡ്യൂട്ടി ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളൊന്നും അവിടെ കൊണ്ടിട്ട് കുഴയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഏത് ജോലിയായാലും ഞാൻ എല്ലാ ജോലിയിലും അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ്. സോ ഏത് ജോലി ആയാലും അതിന് നമ്മുടേതായ പേഴ്സണൽ പ്രശ്നങ്ങളൊന്നും അതിൽ ഇൻവോൾവ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. സോ അതുപോലെ തന്നെയാണ് ഞാനും. അപ്പോൾ അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഞാനും എൻ്റെ ഫ്രണ്ട് പാർവതി, അവൾക്ക് ഓൾറെഡി ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇടി നീ ഒരു ചാനൽ തുടങ്ങി, എന്തെങ്കിലും നിൻ്റേതായ പാട്ട് പാടുവോ അല്ലെങ്കിൽ ചെറിയ റീൽസ് ഇടുവോ, അതൊക്കെ മറ്റുള്ളവർ കാണും, പക്ഷെ നമുക്ക് നിന്ന് തുറന്ന് നോക്കുമ്പം നമ്മുടെ മനസ്സിലൊരു സന്തോഷമാണ്. അവൾക്ക് ആ ഫീലിംഗ്, ആ ഒരു ഹാപ്പിനെസ് അവൾക്ക് കിട്ടുന്നുണ്ട്. അത്ര സ്ട്രെസ്ഫുള്ളായിട്ട് അവൾ ഡ്യൂട്ടിക്ക് വന്ന് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു റീലിടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും അവൾ ചെയ്യുന്നു, അത് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിൽ, മറ്റുള്ളവർക്കൂടെ സന്തോഷം കൊടുക്കുന്ന രീതിയിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കും ഒരു സന്തോഷമാണ്. പറഞ്ഞ കാര്യത്തിൽ ഒരു പോയിൻ്റുണ്ടെന്ന് എനിക്ക് തോന്നി. ശരിയാണ്, പറഞ്ഞതിലൊരു പോയിൻ്റ് ഉണ്ട്. ഞാനും ചിന്തിച്ചു അങ്ങനെ എന്നാൽ തുടങ്ങും. എനിക്ക് ഒരു ഐഡിയയിൽ ഇപ്പോഴും എനിക്ക് ഈ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയത്തില്ല. നാട്ടിൽ പോയിട്ട് എൻ്റെ ഹസ്ബൻഡ് അടുത്ത് നിന്ന് ഇതൊക്കെ പഠിക്കാനായിട്ട്, അപ്പോൾ എനിക്കിതൊന്നും അറിയത്തില്ല. സോ അവൾ ജസ്റ്റ് അപ്പം തന്നെ ഒരു സുപ്രഭാതത്തിൽ അവളെനിക്കത് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് തന്നെ അവളെനിക്കത് ചാനൽ ഓപ്പൺ ചെയ്ത് തരുന്നു. ഞങ്ങളൊരു ഓൾഡ് വീഡിയോസ് ഇടുന്നു. അത്ര കഴിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അതിനുശേഷം ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ റീൽസൊക്കെ തന്നെയാണ് ഞാൻ ഇടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. അപ്പം ഞാൻ ജസ്റ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ എനിക്ക് അതിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തെന്ന് അറിഞ്ഞപ്പം അതെനിക്ക് കൂടുതൽ ഒരു പ്രോത്സാഹനമായിട്ടാണ് ഞാൻ മുന്നോട്ട് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ പ്രോത്സാഹനം നിങ്ങൾ നിർത്തരുത്, മുന്നോട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ വീഡിയോസ് ഇടാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഈ പറഞ്ഞ എനിക്ക് ഈ ഗൈഡൻസ് ഒക്കെ തന്ന ആ വ്യക്തി പാർവതി, എൻ്റെ പാറു, അവൾ എനിക്ക് ഡ്യൂട്ടിയിലൊക്കെ എത്രത്തോളം എങ്ങനെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല ഗൈസ്. നമ്മൾ വിചാരിക്കും ആ ഡ്യൂട്ടിക്ക് പോയ ഒരാൾ, ഒരു ഫ്രണ്ട് പോകുന്നു, പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്കിവിടെ വന്നിട്ട് കുറേ സ്പെഷ്യലായിട്ടുള്ള മുഖങ്ങളുണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ ഈ വരുന്ന 27-ാം തീയതി പോവുകയാണ്, ഒരു സ്പെഷ്യൽ 26-ാം തീയതി പോവുകയാണ്, ഒരു സ്പെഷ്യൽ ഇവിടെ തന്നെ ഉണ്ടാകും, പക്ഷെ അവൾക്ക് ഫാമിലി ഉണ്ട്. പിന്നെ ഇപ്പോൾ പറഞ്ഞ പാർവതി, അവൾ എക്സിറ്റ് ഓൾറെഡി പോയി. മനസ്സിൽ നല്ല സങ്കടമുണ്ട് ഗൈസ്, ഇല്ലായിരിക്കില്ല. കാരണം അവൾ ഡ്യൂട്ടിയിലൊക്കെ എനിക്ക് അത്രത്തോളം സപ്പോർട്ടീവായിരുന്നു. നമ്മൾ ഓൾറെഡി സ്ട്രെസ്ഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അതൊന്ന് ഷെയർ ചെയ്യാൻ ഒരാളുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചതൊരു വലിയ കാര്യമാണ്. അപ്പോൾ അവൾ എൻ്റെ കൂടെ ഡ്യൂട്ടിക്കുള്ള സമയത്ത് ഞാൻ എത്രത്തോളം സ്ട്രെസ് എടുക്കുന്നു അതിൻ്റെ പകുതി ഇങ്ങ് തന്നേക്ക്, ബാക്കി ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ അവൾ പകുതി എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു മിസ്സിങ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും. പാറു, എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു, ആണ് കേട്ടോ. അപ്പം ലൈഫിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നിൻ്റെ ഡ്രീംസൊക്കെ ട്രൂ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ അവൾ പോയതിൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം മൈൻഡ് കൊണ്ട് ഞാൻ ഓൾറെഡി ഓക്കെ അല്ലായിരുന്നു. പിന്നെ ഡ്യൂട്ടി കണ്ടിന്യൂസ് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞാൻ അവൾ പോകുന്നതിനെ സംബന്ധിച്ച് ഞാനാണെങ്കിൽ ഒരു ദിവസം ഒരു ഓഫ് ചോദിച്ചായിരുന്നു. എന്തോ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ പോലെ ഒരു ഓഫ് ചോദിച്ചതിന് എനിക്കൊരു പൂക്കാലം തന്ന പോലെ, പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു പൂ മാത്രം ചോദിച്ചു ഒരു പൂക്കാലം നീ തന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ഓഫ് ചോദിച്ചതിൽ എനിക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടി അങ്ങ് ഇട്ട് വെച്ചു. പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇതിൽ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പം ആ ഒരു ഡ്യൂട്ടി ഇനിയുണ്ട് ഒരു 3-4 ദിവസം കൂടെ കണ്ടിന്യൂസ്. അപ്പം അതുകൂടെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഞാൻ ഇനി തിരിച്ച് റിപ്പീറ്റ് അടിച്ച് കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. എന്തൊക്കെയോ മനസ്സിൽ വന്നങ്ങ് പറഞ്ഞു. ഇതൊക്കെ റിയൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഗെയ്സ്. ഇതുപോലെ നമ്മൾ ജോലിക്ക് പോകുന്നു, അവിടെയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മുടെ ലൈഫാണ്. നമ്മൾ വരുന്നു, മീറ്റ് ചെയ്യുന്നു, പിന്നെ പകുതി അവരുടെ സമയമാകുമ്പോൾ അവർ പോകുന്നു. ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. മനുഷ്യന്മാരാണ് നമ്മളൊക്കെ, നമ്മുടെ മനസ്സിലൊക്കെ സങ്കടം ഉണ്ടാകും. ബട്ട് അതൊക്കെ നമ്മൾ അങ്ങ് അംഗീകരിച്ച് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് നമ്മുടേതായ ഒരു ലൈഫിലൊരു ലക്ഷ്യമില്ലേ, അപ്പം ആ ലക്ഷ്യത്തിൽ നമ്മൾ എത്തണമെങ്കിൽ നമുക്ക് പോലെ ചെറിയ ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയ ചെറിയ സങ്കടങ്ങൾ, ഇതിലും വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന നമ്മുടെ ലോകത്ത് എത്രയോ പേരുണ്ട് അല്ലേ. അപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നത് കൊണ്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗൈസ്. അപ്പം ബൈ, ടാറ്റ, ടേക്ക് കെയർ. അപ്പോൾ എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്